ഓക്കെ നൗ ഫസ്റ്റ് വന്നിട്ട് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ആ ഹാഫ് സർക്കിൾ വരച്ചിട്ട് വി നീഡ് ടു പുട്ട് എ ഡോട്ട് ഇൻസൈഡ് ദിസ്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡ്സിലും കുറച്ചുകൂടി ഈസി ആവാൻ കോർണേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി അതിൻ്റെയൊക്കെ ടിപ്പിൽ ഗിവ് എ ഡോട്ട്സ്. അപ്പോൾ വി ആർ അഗൈൻ ഡ്രോയിങ് എ ഹാഫ് സർക്കിൾ, പുട്ട് എ ഡോട്ട് ഇൻ ദി സെൻറ്റർ. പിന്നെ എല്ലാ കോർണേഴ്സിലും വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ലൈൻസ് കൊടുക്കുക. ലൈൻസ് കൊടുത്തതിന് ശേഷം ഈ ഓരോ ലൈനിൻ്റെയും ടിപ്പിൽ ജസ്റ്റ് ഗിവ് ഡോട്ട്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ഫസ്റ്റ് ഒരു ആർച്ച് വരയ്ക്കുക. ഒരു ലീഫ് നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ട് വരയ്ക്കുന്ന പോലെ. ഇനി ഈ ആർച്ചിൻ്റെ ഈ എൻഡിൽ നിന്ന് നെക്സ്റ്റ് എൻഡ് വരെ ജോയിൻ ചെയ്യുക. ഇനി ഈ സ്റ്റാർട്ടിൽ തന്നെ വീണ്ടും ഒരു ആർച്ച് വരയ്ക്കുക. ആ ആർച്ചിൻ്റെ താഴെ ഒരു ആർച്ച് വരച്ചിട്ട് അതിൻ്റെ ക്ലോസ് ചെയ്യുക. പുട്ട് എ ഡോട്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സോ വൺസ് അഗൈൻ നമ്മളൊരു ആർച്ച് ഇടുന്നു. എന്നിട്ട് ആ ആർച്ച് ഒരു ലീഫ് പോലെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്ത് അഗൈൻ അത് ക്ലോസ് ചെയ്യുന്നു. പുട്ട് ഡോട്ട് ഇൻ ബിറ്റ്വീൻ. എന്നിട്ട് നമ്മളിത് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ലാസ്റ്റത്തെ അസൈൻമെൻറ്റും നോട്ട്സും എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വൺസ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം യു സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് അഗൈൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ ആർച്ച്, ഒരു ലീഫ് ഇങ്ങനെ സൈഡിലോട്ടും വീണ്ടും ഒരു ആർച്ച് പോലത്തെ ലീഫ് ഇങ്ങനെ വരിക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുക, സ്ലാൻഡിങ് ലൈൻസ്. അത് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇടണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാം, സ്ലാൻഡിങ് ആയിട്ട് ഇടണമെങ്കിൽ സ്ലാൻഡിങ് ആയിട്ട് ഇടാം. ഓക്കെ. അഗൈൻ നമ്മൾ ആർച്ച് ഇട്ടു, ക്ലോസ് ചെയ്തു, അഗൈൻ ചെയ്തു. Now you're gonna put arches, lines into it. ഇത്തിരി ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ഇതും ഇതിൽ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അതും അതിൻ്റെ പ്രീവിയസ് വൺ നോക്കും, ഞാൻ ഫസ്റ്റ് ചെയ്ത് അതും തമ്മിലൊരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ എപ്പോഴും ഈ രണ്ട് ലീഫിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് കൊണ്ടുവരാൻ നോക്കും കേട്ടോ. ബൈ മിസ്റ്റേക്ക് ഡിസ്റ്റൻസ് വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാക്സിമം നമ്മൾ ഡിസ്റ്റൻസോട് കൂടി ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയായില്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ്, അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ളത്. ആർച്ച് ഈ സൈഡിലോട്ട് വരച്ചു, എന്നിട്ട് അത് താഴോട്ട് ക്ലോസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് വീണ്ടും ദി അതർ സൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലവർ പോലെ ഇവിടെ ഒരു ലീഫ്, അത് നമ്മൾ ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അതേ സൈഡിൽ നിന്ന് തന്നെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കൊടുത്തു, ക്ലോസ് ചെയ്തു, ഇപ്പുറത്തുനിന്ന് അതും ക്ലോസ് ചെയ്തു. ഓൾറൈറ്റ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് 4 പാറ്റേൺ. ഇന്നത്തെ ഒരു അഡീഷണൽ പോയിൻറ്റ്, നമ്മളിപ്പോൾ ഈ ഒരു 4 ഡിസൈൻസ് പഠിച്ചില്ലേ, ഈ ഡിസൈൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരച്ചു, നെക്സ്റ്റ് വൺ വരച്ചു, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലൈൻസ് ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു പോയിൻറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ടിപ്പാണ്. ഇങ്ങനെ ഗ്യാപ്പ് ഇടുമ്പോഴും ഭംഗി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബോർഡേഴ്സൊക്കെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതും ഭംഗി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, അഗൈൻ നമ്മളിങ്ങനെ കൊണ്ടുവന്നു. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും ആ ഒരു ഡിസൈൻ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബോർഡർ ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐ മീൻ നമ്മൾ എന്തിപ്പോൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയൊക്കെ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും, ആ ഒരു പർട്ടിക്കുലർ പ്രിൻ്റ് കാണാം. അപ്പോൾ അതൊരു അഡീഷണൽ ടിപ്പ് പോയിൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഇസ് വെരി ക്വയറ്റ് സിമ്പിൾ. നമ്മൾ മലയാളത്തിലൊക്കെ അക്ഷരങ്ങൾ എഴുതുന്ന പോലെ ഒരു സർക്കിൾ വരിക, അത് ഒരു ലൂപ്പാക്കി ഇങ്ങനെ എടുക്കുക. ലൂപ്പാക്കി എടുത്തതിന് ശേഷം അഗൈൻ നെക്സ്റ്റ് സർക്കിളിലേക്ക് പോവുക, ലൂപ്പ് കൊണ്ടുവരിക,
ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. ഇനി നെക്സ്റ്റ് വണ്ണും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊരു ഫുൾ സ്പൈറലായിട്ട് കൊണ്ടുവരണം. എന്നാൽ ട്രയാങ്കിളും അല്ല സ്പൈറലും അല്ലാത്ത ഒരു ഷേപ്പിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് കൊണ്ടുപോവുക, ഈ ലൈനിൽ കൂടെ കൊണ്ടുവരിക, അഗെയിൻ താഴേക്ക് കൊണ്ടുവരിക സ്ക്വയർ ഷേപ്പിൽ, ഇവിടെ നിന്ന് കൊണ്ടുവരിക. ആൻഡ് ദെൻ ഇവിടെ സൈഡ്സ് മാത്രം ഒന്ന് ചെരിച്ചു കൊടുക്കുക മീൻസ് ഒന്ന് റൗണ്ടഡ് ആക്കി കൊടുക്കുക. ഇങ്ങനെ വന്നു. നെക്സ്റ്റ് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് മാത്രം കേട്ടോ ഒന്ന് വളച്ചു കൊടുക്കേണ്ടത്, അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതാണ് നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തത് നമ്മൾ ഒറ്റ ഇതായിട്ട് ചെയ്യുന്നു. ജസ്റ്റ് ലീഫ് ഒരു ഇത് വരച്ചു, ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഏതള പോലെ വരച്ചു, ദി അതർ സൈഡ് വന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ കളേർഡ് വേർഷനും ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത്, ഇതിപ്പോൾ ബ്ലാങ്ക് പോർഷനാണ്. ഇതല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഫിൽഡ് ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ ഞാൻ താഴെ പെൻസിലുകൊണ്ട് വരച്ച് കാണിച്ചു തരാം, സോ ദാറ്റ് യു വിൽ നോട്ട് ഫൊർഗെറ്റ്. ഇങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പെൻസിലോ ലൈറ്റായിട്ട് എക്സ്ട്രാ ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനത്തെ നമുക്ക് ചെയ്യാം. ഇതെല്ലാം പോസിബിലിറ്റീസാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സ്വന്തം ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ അതും ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് കണ്ടോ, ഈ ഒരു സർക്കിൾ വന്നു, ഇതിൻ്റെ ഈ പോയിൻ്റ് നിന്നാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എനിക്ക് വിട്ട് മറക്കാതിരിക്കാൻ ഞാൻ സൈഡിൽ എല്ലാത്തിൻ്റെ ഓരോ ഡിസൈൻ വരച്ചു വെച്ചതാണ്. ഇവിടെ നിന്ന് എടുക്കുക, ഇങ്ങനെ കൊണ്ടുവരിക, പിന്നെ ഉള്ളിലേക്ക് സർക്കിൾസ് ഇങ്ങനെ സ്പൈറൽ ചെയ്ത് പോവുക. എഗെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഒരു സർക്കിളാക്കി എടുത്ത് സ്പൈറൽസ് ചെയ്ത് പോവുക. എഗെയിൻ വിത്ത് ദ സെയിം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ കർസീവ് ലെറ്ററിൽ എസ് ചെയ്തില്ല, അതിൻ്റെ ഒരു സിമിലർ ഡിസൈൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇനി അവിടെ ഒരു ചെറിയ ഇത് കൊടുക്കുക. എഗെയിൻ ഇവിടെ ഒരു ചെറിയ ടേണിങ്, ഇങ്ങനെ കൊണ്ടുവന്ന് നെക്സ്റ്റ്, ഇവിടെ ഒരു നെക്സ്റ്റ്, ഇങ്ങനെ ഇവിടെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടെ ഒരു ഹോള്, അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊണ്ടുപോകുക. ഇവിടെ ഒരു ലൂപ്പ്, ഇവിടെ എഗെയിൻ നെക്സ്റ്റ് ഒരു സ്പൈറൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ എസ് പോലെ ഇട്ടിട്ട് പോകുന്നത് ഇസ് ദി നെക്സ്റ്റ് പ്രിൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ക്വൈറ്റ് ഈസി. നിങ്ങൾ ചിലരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ അസൈൻമെൻറ്റ്സിൽ. ഐ തിങ്ക് ആരോ ഒരാൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരാം, നെക്സ്റ്റ് ഒരു ഇത് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ലൈൻ വരയ്ക്കുക, ആ ഡോട്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ മുന്നേ വരച്ചില്ലേ, ആ ഒരു അറ്റം മാത്രം സ്പൈറൽ ചെയ്ത് കൊണ്ടുവന്ന്, ഐ മീൻ കോർണർ ചെയ്തിട്ട് ഇങ്ങനെ സ്പൈറൽസ് കൊണ്ടുവന്ന് അതുപോലത്തെ ഒരു സ്പൈറൽ. അത് കഴിഞ്ഞ് 2 ലൈൻ, ആ 2 ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഫ് സർക്കിൾ, അതിൻ്റെ ചുറ്റും ഒരു ഹാഫ് സർക്കിൾ, പിന്നെ നമ്മൾ സൂര്യനിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ലൈൻസ് സെൻറ്റർ പോർഷൻസിൽ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും 2 വര, അത് കഴിഞ്ഞ് എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്ത് വരാം. നെക്സ്റ്റ് വന്നിട്ട് മലയാളത്തിലെ ഗ ഇല്ലേ ലെറ്റർ, അതേപോലെ ഫ്രീക്വൻസിയിലൊക്കെ നമ്മൾ വേവ്സൊക്കെ വരയ്ക്കില്ലേ, അതേപോലെ ഇങ്ങനെ സിക്സാക്കായിട്ട് വേവ്സ് വരയ്ക്കുക. ഇതിൻ്റെ ഓരോ വേവ്സിൻ്റെ ഇടയിലും give it a dots.
ക്വൈറ്റ് ഈസി. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള മോട്ടീവ്സാണ്. ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇംഗ്ലീഷ് കർസീവ് ലെറ്ററിൽ 6 എഴുതില്ലേ, അതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ കറക്റ്റ് ഈ ലൈനിനോടൊപ്പം വരച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോവുക. വീണ്ടും നെക്സ്റ്റ് കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവരിക, ഇങ്ങനെ വീണ്ടും 6 എന്നുള്ളത് എൻഡ് മാത്രം കുറച്ച് സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് വീണ്ടും വരയ്ക്കുക. അഗൈൻ ഡ്രോ ലൈക്ക് ദി ആർച്ച്. പിന്നെ അതിൻ്റെ ഡൗൺ പാർട്ട് കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവരിക. ഇനി അതിൻ്റെ എല്ലാം സെൻറ്ററിൽ നമ്മൾ ഓരോ ഡോട്ട്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഈ ഡോട്ട്സ് കഴിയുമ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഗ്യാപ്പ്, അവിടെ ഒരു ബിഗ് ലൈൻ, ഒരു സ്മോളർ ലൈൻ, ഒരു സ്മോളർ ലൈൻ, ഒരു ബിഗ് ലൈൻ, ബിഗ് ലൈൻ, സ്മോളർ ലൈൻ, ഒരു ബിഗ് ലൈൻ, ഇങ്ങനെ കൊടുക്കുക. ഇതാണ് നെക്സ്റ്റ് പ്രിന്റ്. ഇനി നെക്സ്റ്റ് വൺ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒരു ലൈൻ വരയ്ക്കുക, അതിൻ്റെ 2 സൈഡിലും ഈക്വലായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു പാരലലി ഒരു സിമ്പിൾ ലൈൻ വരയ്ക്കുക. എഗൈൻ ഒരു ലൈൻ വരയ്ക്കുക, അതിലൊക്കെ സൈഡിൽ ബ്രാഞ്ചസ് പോലെ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. ഡ്രോ എ ലൈൻ, ഗിവ് ദ ബ്രാഞ്ചസ്, അഗൈൻ ഫിനിഷ് ഇറ്റ് വിത്ത് അനദർ ലൈൻ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ആ വേവ്സ് ഇല്ലേ, ഫ്രീക്വൻസി വേവ്സ് പോലത്തെ ഇങ്ങനെയുള്ള സിഗ്സാഗ് വരയ്ക്കുക. എന്നിട്ട് എല്ലാ വേവ്സിൻ്റെയും ടിപ്പിൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇത് നമ്മൾ ഫുള്ളായി ഫില്ല് ചെയ്യണം. ഒരു ഹാഫ് സർക്കിൾ പോലെ ഉണ്ടാവും അത്, ബട്ട് സ്റ്റിൽ ആ ടിപ്പ് ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു 2 ലൈൻസ് അതിൻ്റെ താഴോട്ട് വരയ്ക്കുക. ഇത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം വരയ്ക്കേണ്ടത്. ഏത് ഡയറക്ഷനിലാണോ ടിപ്പ് വരുന്നത് ആ ഡയറക്ഷനിലേക്ക് വരച്ചു കൊടുക്കുക. So this is how the design will look. ഇനി നെക്സ്റ്റ് സെൻറ്ററിലെ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് നമ്മുടെ ബോർഡറിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ 2 സൈഡിലും ബ്രാഞ്ചസ് കൊടുക്കുക. ഇനി ഈ ബ്രാഞ്ചിൻ്റെ സെൻറ്ററിൽ ഗിവ് എ ലിറ്റിൽ ബിറ്റ് ബിഗർ ഡോട്ട്, അതായത് അതിൽ കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ലൈനിൽ 2 ബ്രാഞ്ചസ് വരയ്ക്കുക. ലെറ്റ്സ് ഡ്രോ ദ ബ്രാഞ്ചസ് ഫസ്റ്റ്. ബ്രാഞ്ചസ് എല്ലാം കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ലെറ്റ്സ് ഡ്രോ ഡട്ട്സ്. അത് ശരിക്കും റൗണ്ട് ഷേപ്പ് ആയിരിക്കണം. റൗണ്ട് ഷേപ്പ് ആയാൽ ഈ ഒരു ഭംഗി കിട്ടുള്ളൂ. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ ഫുൾ ഇൻസൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഗ്യാപ്പിൽ നമ്മൾ സിമ്പിൾ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അഗൈൻ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, അതിൻ്റെ ഇൻസൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. വരയ്ക്കും. ഓക്കെ, ഇനി നെക്സ്റ്റത്തെ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ നമുക്ക് ഈ ഒരു വർലി ആർട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഈവൻ ഹ്യൂമൻ ഫിഗേഴ്സ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറാണ്. ഇതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സെഡ് ഇല്ലേ, സെഡ് പോലെ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ജോയിൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ബോഡിയും റെപ്രസെൻ്റ് ചെയ്യുക വർലിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഫസ്റ്റ് യൂസ് ഡ്രോ എ Z and then join the end part.
ഇത് ഇപ്പോൾ ഫുള്ളി ഇൻസൈഡ് ഫില്ല് ചെയ്യാതെ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനായിട്ട് തന്നെ വരയ്ക്കാം. അല്ല കുറച്ചുകൂടെ പ്രിട്ടി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഫില്ലർ വെച്ച് ഫില്ല് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ പെന്നോ സ്കെച്ച് പെന്നോ യൂസ് ചെയ്ത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. നമ്മളൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിൻ്റെ ഉള്ളിൽ എഗെയിൻ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലൈൻ വിച്ച് എൻഡ്സ് വിത്ത് എ ഡോട്ട് ആൻഡ് അതിന് ശേഷം ഉള്ളിൽ ഫില്ല് ചെയ്യുന്നു. സോ വി ഗോണ ഡ്രോ എ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, another സ്മോൾ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഇൻസൈഡ്, എന്നിട്ട് നമ്മൾ ഫിൽ ചെയ്യുകയാണ് ഉള്ളിൽ. അത് കഴിയുമ്പോൾ ഒരു ലൈൻ വിത്ത് എ ഡോട്ട്. ഇത് ഞാനിപ്പോൾ കളർ ചെയ്യുന്നില്ല, ഐ എം ജസ്റ്റ് ലീവിങ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. യു ക്യാൻ ഫിൽ ഇറ്റ്. ഞാൻ ഇതിപ്പോൾ ഓരോന്ന് കളർ ചെയ്ത് നിന്ന വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കളർ ചെയ്ത് വിടുന്നത് കേട്ടോ. യു വിൽ ഹാവ് ടു ഫിൽ ഇറ്റ് ഇൻസൈഡ് ആൻഡ് ഇഫ് യു വോണ്ട് യു ക്യാൻ ഡ്രോ അനദർ ഡയഗ്രാം. ഒരു ബോർഡർ ഇത് ഇങ്ങനെ ഒരു ഫില്ലർ ഇല്ലാതെ കളർ ഫില്ലാവാത്ത ഇതായിട്ടും വരയ്ക്കാം. ഇനി നെക്സ്റ്റ് വൺ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. നമ്മൾ നേരത്തെ ആ സർക്കിൾസ് വെച്ച് ചെയ്തില്ലേ, ഫുൾ ഡാർക്കൻ ചെയ്തിട്ട് ഇടയിൽ സർക്കിൾസ് വരുന്ന, അതേപോലെ യു ക്യാൻ ഡ്രോ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ഒരു 4 സൈഡഡ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു 7 സൈഡഡ് ഷേപ്പ്, എങ്ങനെ വേണമെങ്കിലും ഡിഫറെൻറ്റ് ഷേപ്സ് വരയ്ക്കുക. എനി ഷേപ്പ് ഇറ്റ് കുഡ് ബി. എന്നിട്ട് അതിൻ്റെ ഈ ടൈലിൻ്റെ പ്രിൻ്റില്ലേ, നമ്മൾ പഴയ മൊസൈക്ക്, ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ഹാവ് സീൻ മൊസൈക്ക്. പഴയ മൊസൈക്ക് അല്ലെങ്കിൽ ടൈൽസിന് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് വരും. അപ്പോൾ അത് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മൊസൈക്കിൻ്റെ പ്രിൻസ് നോക്കിയാൽ മതി, മൊസൈക്ക് പ്രിൻസ് എന്ന് പറയും. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുക. അതുപോലെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പാർട്ട് നമ്മൾ നന്നായി ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വൈറ്റ് പോർഷനായിട്ട് വരുന്നത് നമ്മുടെ ഇറഗുലർ ഷേപ്സ് ആയിരിക്കും. ഓ സോറി, നിങ്ങൾക്കിത് വിസിബിൾ ആയിരുന്നില്ല. ഓക്കെ, ഇങ്ങനെ. സോ ഓൾ വി നീഡ് ടു ഡു ഇസ് ഡ്രോ എനി 3 സൈഡഡ് ഫിഗറോ അല്ലെങ്കിൽ 4 സൈഡഡ് ഫിഗറോ, എനി ഫിഗേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള. സർക്കിൾ ആവരുത്, ഇങ്ങനെ സ്ക്വയർ പോലത്തെ. എന്നിട്ട് അതിൻ്റെ റെസ്റ്റ് ഓഫ് ദ ഭാഗം, പുറത്തുള്ള അതിൻ്റെ ഇന്നർ പാർട്ട് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കാര്യം, പ്രീവിയസ്ലി റെക്കോർഡ് ചെയ്തപ്പോൾ ആ പൊസിഷനിങ് കുറച്ച് തെറ്റായിരുന്നു. സോ യു മൈറ്റ് ഹാവ് ഹേർഡ് ദി ഓഡിയോ ബട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഐ എം ഡൂയിങ് ഇറ്റ് വൺസ് അഗൈൻ. ഓക്കെ, നമ്മുടെ ഇതാണ് മൊസൈക്ക് പ്രിൻറ്റ്. അപ്പോൾ ഇതും വെർലിയിൽ ബോർഡേഴ്സിലൊന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇന്നത്തെ ബോർഡേഴ്സിൻ്റെ സെഗ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഓവർ ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഹ്യൂമൻ ഫിഗേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും.